പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ 8ാമത്തെ ദിവസമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ഇന്ന് നമ്മുടെ സുവിശേഷത്തിൽ വായിച്ച ഭാഗം എവൻഗേലിയനിൽ ഇന്നെല്ലാവരും വായിക്കുന്ന പുതിയ ഞായറാഴ്ച എന്ന് പറയും. അതായത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച തോമാസ് ശ്ലീഹായുടെ POC ബൈബിളിൽ, കത്തോലിക്ക ബൈബിളിലും അത് ഇംഗ്ലീഷ് ബൈബിളിലും എല്ലാം കാണുന്ന ഡൗട്ടർ തോമസ്, അല്ലെങ്കിൽ മലയാളത്തിൽ തോമസിൻ്റെ സംശയം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അതായത് അതിൽ തോമാസ് ശ്ലീഹ ഇല്ലാത്ത സമയമായിരുന്നു ഈശോ വന്നത്. തോമാസ് ശ്ലീഹ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും കഥ കടച്ച് വീട്ടിനകത്ത് യഹൂദരെ പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. വെളിയിലിറങ്ങി നടക്കാൻ ആർക്കും ധൈര്യമില്ല. പക്ഷേ തോമസ് ശ്ലീഹായ്ക്ക് മാത്രമായിരുന്നു ആ ധൈര്യം വന്നത്. വെളിയിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഇവർക്ക് കൊടുക്കുകയും ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആയിരിക്കണം. കാരണം തോമസ് ശ്ലീഹയുടെ ആ സ്വഭാവത്തിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 11 അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യെരുസലേമിലേക്ക് കർത്താവ് പോകുമ്പോൾ ശിഷ്യന്മാരൊക്കെ പറഞ്ഞ് അവിടെ പോകണ്ട, യെരുസലേമിലേക്ക് പോകുന്ന വഴിയാണ് ലാസറിൻ്റെ വീട്, ലാസർ മരിച്ചു ഉയർപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ യെരുസലേമിലേക്കുള്ള യാത്ര മുടക്കാൻ അവർ പരിശ്രമിക്കുകയായിരുന്നു ക്രിസ്ത്യാനിമാർ. കാരണം മരണമാണ്. യേശുവിനെ കൊല്ലാനായിട്ട് അവർ ഇരിക്കുകയാണ്. ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിരിക്കുക. കാരണം ആരെങ്കിലും സെൻഹെദ്രീൻ സംഘം, പുരോഹിത പ്രമാണിമാരും നീപജരും എല്ലാം കൂടെ അടങ്ങുന്ന ആ സംഘം അവർ കൊടുത്തിട്ട് യേശുവിനെ എവിടെ കണ്ടാലും പിടിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് പോകണ്ട എന്നാണ് പറഞ്ഞ് തടസ്സപ്പെടുന്നത്. അപ്പോൾ കർത്താവിന് പോകണമെന്നുണ്ട്. കാരണം അവിടെ പോയേ പറ്റുകയുള്ളൂ. അതിനാണ് താൻ വന്നത്. അതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുകയില്ല. അപ്പോൾ തോമാസ് ശ്ലീഹ പറയുന്നുണ്ട്, വാ, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. അവനോടുകൂടി പോയി മരിക്കാം നമുക്കും. നമ്മുടെ കടമ ഏതാണ്? കർത്താവ് എന്ത് ചെയ്യുന്നു, എന്ത് ആവശ്യം വരുന്നു, അത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം എപ്പോഴും എന്നുള്ളതാണ്. അത്രയ്ക്ക് കണ്ട് കർത്താവിനെ സ്നേഹിച്ചിരുന്ന, ആരാധിച്ചിരുന്ന ആളാണ് തോമാസ് ശ്ലീഹ. അപ്പോൾ ഇവിടെ പലരും തെറ്റിച്ച് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം തോമാസ് ശ്ലീഹയുടെ സംശയമാണെന്ന് പറയുന്നു. വളരെ ഏറ്റവും തെറ്റാണത്. പക്ഷേ ഇപ്പം പല വൈദികരും ധ്യാനഗുരുക്കളൊക്കെ തിരുത്തി പറയുന്നുണ്ട്. ഈ അടുത്ത കാലം വരെയും ഒക്കെ അവർ അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞത് സംശയാലുവായിരുന്നു. അതുകൊണ്ടെന്നാണ്. കാരണം ടോപ്പിക്ക് അങ്ങനെ കൊടുക്കുന്നു. ഈ സുവിശേഷം എഴുതുമ്പോഴൊന്നും ടോപ്പിക്ക് കൊടുത്തു, അധ്യായം കൊടുത്തു ഒന്നുമല്ല. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് നമുക്ക് പിന്നെ വായിക്കാനുള്ള സൗകര്യത്തിന് ഒക്കെ വായിച്ച് അതിൻ്റെ ടോപ്പിക്ക് എടുത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, പറയാൻ പറ്റും. അതിനുവേണ്ടിയാണ് ടോപ്പിക്ക് കൊടുത്തത്, ഈ ചെറിയ സബ് ടൈറ്റിലുകൾ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും സുവിശേഷത്തിലുണ്ടായിരുന്നതല്ല. അടുത്ത കാലത്താണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കും ചിലപ്പോൾ ഇപ്പോഴത്തെ തലമുറകളൊക്കെ ഇതൊക്കെ സുവിശേഷത്തിലുള്ളതാണെന്ന്. അപ്പം പണ്ട് കാലത്ത് ഇപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അധ്യായങ്ങൾ തിരിച്ചു. അല്ല, അത് ഇപ്പോൾ എഴുതിയത് അധ്യായം തിരിച്ചു അല്ല. ഇവരൊരു ഒരു പുസ്തകം എഴുതുന്ന പോലെ ഇരുന്ന് എഴുതുകയല്ലായിരുന്നു. ആവശ്യത്തിന് സുവിശേഷകർ എഴുതിയത് അപ്പോഴപ്പോഴത്തെ അവർ സ്ഥാപിച്ചിട്ടുള്ള ഓരോ സഭകളിൽ, അന്ന് സഭകളെന്നാണ് പറയുന്നത്, ഓരോ പ്രദേശത്തെയും. അല്ലാതെ ഒരു നമ്മളിപ്പോൾ എന്ന് പറയുന്ന രൂപത പോലുള്ള ഓരോ സഭകൾ, അല്ലെങ്കിൽ ഭദ്രാസനം എന്ന് പറയുന്ന പോലുള്ള ആ ഒരു കൂട്ടായ്മ അത്രയും സ്ഥലത്തെ. അതിനും അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് സഭകൾ സ്ഥാപിച്ചു എന്നുള്ള എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ശിഷ്യരെല്ലാവരും കൂടെ പോയി ഓരോരുത്തടുത്തും ഓരോ സഭ സ്ഥാപിച്ചു. കർത്താവ് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ നടന്നിട്ടുമില്ല, ചെയ്തിട്ടില്ല. അവരവരുടെ സൗകര്യത്തിന് പല സഭകൾ സ്ഥാപിച്ച് അങ്ങനെ കഴിയുന്നവർക്ക് അത് ന്യായീകരിക്കാനുള്ളൊരു വശമാണത് പറയുന്നത്. അവർ പറഞ്ഞോട്ടെ, ഞാൻ ആ ഭാഗത്തോട്ട് ഇപ്പം കിടക്കുന്നില്ല. നമ്മളെ ബൈബിൾ പഠിച്ചൊക്കെ വരുമ്പോൾ പറയാം. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുമുണ്ട്. രണ്ട് വീഡിയോയിൽ അത് ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴങ്ങനെ തോമാസ് ശ്ലീഹയെ പറ്റി അങ്ങനെ പറയാം. ഒരു സംശയത്തിൻ്റെ ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. അതിനൊരു തെളിവും ബൈബിളില്ല. നേരെ മറിച്ച് സംശയമൊന്നുമില്ല.
കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും അവന് വേണ്ടി മരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയും ചെയ്യുമായിരുന്നു യേശുവിന് വേണ്ടി. മറ്റ് ശിഷ്യന്മാരെല്ലാം അതിന് വിപരീതമാണ്. കാരണം നമ്മൾ ഇപ്പം മരിക്കാനും വയ്യ, ആളുകളെ കൂടെ അങ്ങനെ നടക്കുന്നു, ദൈവരാജ്യത്തിൽ പ്രധാന സ്ഥാനങ്ങളെല്ലാം കിട്ടുമെന്നും വിചാരിച്ച്. അപ്പോൾ അങ്ങനെയല്ലായിരുന്നു തോമസിൻ്റെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷമം തോന്നി വന്നപ്പോൾ, യേശു അവിടെ വന്നപ്പോൾ ഞാനില്ലല്ലോ, ഞാൻ ഇല്ലാത്ത സമയത്ത് എന്തിനാണ് വന്നത്? യേശുവിനെല്ലാം അറിയാവുന്ന ആളല്ലേ, കർത്താവിനെല്ലാം അറിയാം, ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാം, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹത്തിന് വിഷമം തോന്നി. സഹിക്കാൻ വയ്യാത്ത സങ്കടം ആ മനസ്സിന് തോന്നി. അപ്പോൾ പറഞ്ഞ് ഞാൻ ഇനിയും ആ വാശിക്കാണ് പറഞ്ഞത്. നമ്മൾ പറയത്തില്ലേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ എന്തെങ്കിലും ഒന്നും ഉണ്ടായിപ്പോയെങ്കിൽ, ഒരു പെരുമാറ്റം, ഒരു വർത്തമാനം ഭാവം ഉണ്ടായിപ്പോയെങ്കിൽ നമുക്ക് തോന്നത്തില്ലേ ഒരു തരം എന്തുവാ പറയുന്നത്, നിസ്സംഗതയല്ല, നമുക്കും അതിനൊരു പെട്ടെന്ന് നമുക്കൊരു വല്ലായ്മ തോന്നും. എനിക്ക് വാശി തോന്നും, എനിക്ക് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു, എന്നെ എല്ലാം അറിയാവുന്നില്ല, ഞാൻ ഏറ്റവും സ്നേഹിച്ചല്ലേ എന്നൊക്കെ നമുക്കും തോന്നും. അതുപോലെയാണ് ഇവിടെ തോമസിന് തോന്നിയത്. ഇപ്പോൾ മറ്റുള്ളവരൊക്കെ ദൈവശാസ്ത്രജ്ഞരുമൊക്കെ പറയുന്നുണ്ട്, തോമസിനെ യേശുവിനെയും കൂടെ പുതിയ ഒരാളുകൾ, ഈ ശിഷ്യന്മാരല്ലാത്തവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ വന്ന് കണ്ടാൽ, അടുത്തടുത്ത് നിൽക്കുന്ന കണ്ടാൽ ഇതിൽ യേശു ഏതാ തോമസ് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല, രണ്ടുപേരും ഒരുപോലുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ കന്യാമറിയത്തിനും പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് തോമസ് ലീഹായുടെ. അപ്പം ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ടൈറ്റിലുകൾ ഇങ്ങനെ കൊടുക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ഇത് വേണം കൊടുക്കുന്നതിന്. അത് ഇംഗ്ലീഷ് ബൈബിളിലും കൊടുക്കുന്നുണ്ട്, ഡോക്ടർ തോമസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, റിവൈസ്ഡ് എഡിഷനിലും. അപ്പോൾ ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു, ഇതൊക്കെ അത് തെറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ തിരുത്തി പറഞ്ഞാൽ പോരാ, അവർ മാറ്റേണ്ടുന്നവർ ഇതൊക്കെ മാറ്റണം, ഇനിയുള്ള തലമുറ ഇതൊക്കെ മനസ്സിലാക്കണം. ഒരുപാട് അച്ഛന്മാരിപ്പം മാറ്റി ആ സംശയങ്ങൾ അത് പറയുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ പറയാറില്ല തോമസ് ലീയുടെ സംശയം. എന്നിട്ടും ഇപ്പോഴത്തെ കൊച്ചു വൈദികർ, ഇപ്പോഴത്തെ പുതിയ തലമുറ വൈദികർ ഇപ്പം അവർക്ക് ഇതൊന്നും മാറ്റാനൊന്നുമില്ല, അവർ എഴുതിയിരിക്കുന്ന പോലെ അങ്ങ് പറയുക. കൂടുതൽ മനസ്സിലാക്കാൻ, ചിന്തിച്ച് ഒന്നും തല പോയിക്കാനൊന്നും അവർക്ക് സമയമില്ല, അവർക്കൊക്കെ ഉള്ളത് ഒരുപാട് ഓഫീസ് വർക്കുകൾ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുകയാണ്. അവർക്ക് ചിന്തിക്കാനും പറയാനും മനസ്സിലാക്കാനുമുള്ള സമയങ്ങളൊന്നുമില്ല, അവർക്കതിങ്ങനെ ബുദ്ധിമുട്ടാൻ വയ്യ. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഈ നമ്മൾ സത്യം അറിഞ്ഞ് നമ്മൾ കുറച്ച് അവഗാഹം ഉണ്ടാകണം നമ്മൾ വായിക്കുന്നതിൽ. അല്ലെ ചുമ്മാതെ അക്ഷരങ്ങൾ, വാക്യങ്ങൾ വായിച്ചു, ബൈബിൾ വായിച്ചു, ശരി ബൈബിൾ വായിച്ചു, ഞാൻ 2 അധ്യായം വായിച്ചു, അല്ലെ 10 അധ്യായം വായിച്ചു ഒരു ദിവസം കൊണ്ട്, ഇങ്ങനെയൊക്കെ പറയാതെ എന്താണെന്നുള്ളത് അതിൻ്റെ ഉൾക്കാമ്പ് നമ്മൾ അറിയണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം, ആ വിധത്തിൽ വേണം വായിക്കാൻ. ചുമ്മാ അങ്ങ് വായിച്ചു എന്ന് പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴങ്ങനത്തെ വായനയാണ്. അപ്പോൾ നമ്മളെ കത്തോലിക്ക സഭയിൽ തന്നെ വചനവർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആചരിക്കുന്നുണ്ട്, ഇപ്പം വായിക്കുന്നുണ്ട് ഒരുപാട്. എന്തൊക്കെയാണെന്ന് അവർ എന്തെങ്കിലും ഗ്രഹിച്ചോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല. വായിക്കണമല്ലോ, 10 അധ്യായമെങ്കിലും ഒരാൾ വായിക്കണം. അപ്പം പിന്നെ അങ്ങനെ അങ്ങ് വായിച്ച് തള്ളുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് തോമസ് ലീയുടെ കാര്യത്തിൽ അവരില്ലാതിരുന്നപ്പോൾ വന്നു. അപ്പം തോമസ് ലീഹ പറയുന്നത്, അവൻ്റെ ആണിപ്പഴുതുള്ള കൈകളിലും കാലുകളൊക്കെ എനിക്ക് തൊടണം, വിലാവിൽ കുത്തി തുളച്ച ആ വിലാവ് മുറിഞ്ഞ് ആ വിലാവ് ഭാഗത്ത് എനിക്ക് തന്നെ കൈയൊന്ന് വെച്ച് നോക്കണം, എന്നിട്ടേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കത്തില്ല. ആ ഒരു പരിഭവം, ആ വാക്ക്, ആ മലയാളത്തിലെ പരിഭവം, ആ പരിഭവമായിരുന്നു. കടുത്ത വേദനയും വിഷമവും ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും നേരെ വിപരീതമായിട്ട് സംഭവിച്ചു പോയല്ലോ എന്നുള്ള തോന്നുമ്പം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ആരിൽ നിന്നാലും നമ്മുടെ സ്നേഹിതരോ ബന്ധുക്കളെ സഹോദരങ്ങളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതേ കണ്ടുള്ളൂ. ഇതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത എന്താ ഇവർക്ക്? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു, തോമസ് ലീഹ ഉള്ളപ്പോൾ കർത്താവ് വന്നു. കർത്താവ് പറഞ്ഞു, എന്തുവാ, നിൻ്റെ വിരലൊക്കെ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ മുറിവുകളിലൊക്കെ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു, പാർശ്വത്തിൽ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു.
എന്നിട്ട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ആ വാക്ക് ചിലപ്പോൾ തർജ്ജമയിൽ പറ്റിയ വ്യത്യാസങ്ങളായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അവിശ്വാസിയാകാതെന്ന് പറയാൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അപ്പം തോമാസ് ലീഹ പറഞ്ഞത് എന്തുവാ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം. ആദ്യമായിട്ട് കർത്താവിനെ കർത്താവുമാണ് ദൈവവുമാണ് യേശു എന്ന് ഏറ്റുപറഞ്ഞ ഒരു വ്യക്തി. അതെങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്? അതിന് മുൻപുള്ള തോമാസ് ലീഹയുടെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ സംശയത്തിൻ്റെ യാതൊരു കാര്യവുമില്ല. ആ ഒരു ഉറച്ച ചിന്താഗതി, താൻ ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയ ജീവൻ വെടിയുക എന്നുള്ള ചിന്താഗതിയേ ഉള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സഹോദരന് വേണ്ടി. സഹോദരൻ എന്ന് പറയുന്ന ആരെ? ബൈബിളിൽ നമ്മൾ കാണുന്നവർ. സഹോദരന് വേണ്ടി ജീവൻ വെടിയുക, ജീവൻ ബലിയർപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് വലിയ സ്നേഹമൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ സ്നേഹം. അതിന് തയ്യാറായിരിക്കണം കർത്താവിൻ്റെ ശിഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വിശ്വാസികളും. അപ്പോൾ ഈ തോമാസ് ലീഹ അങ്ങനെയാണ് ചെയ്തത്. അവിടെ വിരൽ വയ്ക്കാനും എടുക്കാനും ഒന്നും പോയില്ല. വിരൽ വെച്ച് നോക്കിയിട്ടൊന്നുമല്ല. ചിലർ അങ്ങനെയും പറയുന്ന വൈദികരെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും ചെയ്തില്ല. കണ്ടപ്പോഴേ ആ പരിഭവം മാറി, കണ്ണുകൾ നിറഞ്ഞു, പൊട്ടിക്കരച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അങ്ങനെയാണ്. അല്ലാതെ മനുഷ്യരെ ഇളക്കി വിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനൊന്നും ഉള്ള കാര്യങ്ങളൊന്നും കാണിക്കരുത് ആരായാലും. അപ്പോൾ ഇങ്ങനെ തോമാസ് ലീഹയുടെ ഈ കാര്യത്തിൽ മുൻപുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും ഇതിന് ഈ ഇപ്പോൾ ഓരോരുത്തർ പറയുന്നതും ഈ സബ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെയും ഉപോദ്ബലകമായിട്ടുള്ള യാതൊരു തെളിവുമില്ല, ഒരു കാര്യങ്ങളുമില്ല. അതൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നോക്കണം. അതിൻ്റെ മുൻപുള്ള കാര്യങ്ങൾ, ആളിനെ പറ്റിയ സ്വഭാവം നമ്മൾ മനസ്സിലാക്കാനാണെങ്കിൽ അതിൻ്റെ മുൻപുള്ള കാര്യങ്ങൾ നോക്കണം, പിൻപുള്ള കാര്യങ്ങൾ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്നിട്ടേ ആളിൻ്റെ സ്വഭാവം നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു ഇതുപോലും ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ പോലും ഇവിടെ അവർ പാലിക്കാതാണ് ഇങ്ങനെയുള്ള ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ അതൊക്കെ തെറ്റാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ വൈദികൻ പറഞ്ഞു, അല്ലെങ്കിൽ മെത്രാൻ പറഞ്ഞു, അതുകൊണ്ടങ്ങ് ശരിയാകണമെന്നല്ല. ബൈബിളിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ബൈബിളിൻ്റെ യുക്തിക്ക് നിരക്കാത്ത, എഗ്രി ചെയ്യാത്ത ഒരു കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കരുത്, നമ്മൾ പറയരുത്, പ്രചരിപ്പിക്കരുത്. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇത് ബൈബിളിൻ്റെ യുക്തിക്ക് അതിന് റീസണബിൾ ആയിരിക്കണം. റീസൺ ഏതാ? ബൈബിളാണ് അടിസ്ഥാനം. അപ്പോൾ അല്ല യുക്തി എന്ന് പറഞ്ഞപ്പോൾ ഞാനീ പറഞ്ഞപ്പോൾ ചില ഇടയ്ക്ക് ഞാൻ ഇത് പറഞ്ഞപ്പോഴും പറയുന്നുണ്ട്, യുക്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ യുക്തി, സ്വന്തം ബുദ്ധിയുടെ യുക്തി തലച്ചോറിൽ അത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്, അധ്യാപകരായിട്ട് പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ യുക്തി എന്ന് പറയുമ്പോൾ ഏതിൻ്റെങ്കിലും അതിൻ്റെ ഒരു റീസൺ, അതിൻ്റെ ഒരു അടിസ്ഥാനം, അതിൻ്റെ അതാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആത്മീയ യുക്തിയാണ്, അല്ല ലൗകിക യുക്തി അല്ല, ബൗദ്ധികമായ യുക്തിയല്ല. അതിന് റീസൺ എന്ന് പറയുന്നത് അത് മലയാളത്തിൽ പറയുമ്പോൾ യുക്തി എന്നാണ്. അപ്പോൾ അങ്ങനെ തോമാസ് ലീഹയുടെ ഈ കാര്യങ്ങൾ പുതിയ ഞായറാഴ്ച ഈ കാര്യങ്ങൾ ഞാനത് പറഞ്ഞത്, അത് പലപ്പോഴും ഇത് ഇപ്പോഴും എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. വളരെ ചുരുക്കം ചില വൈദികർ, ഇപ്പോൾ പഴയ വൈദികർ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ പുതിയ വൈദികർ വീണ്ടും ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്. കാരണം ഇപ്പോഴത്തെ ഉള്ള ചെറുപ്പക്കാരും ഈ തലമുറകളും അങ്ങനെയാണ് പറയുന്നത്. അവർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് തെറ്റാണെന്ന് പറയണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, നോയമ്പിൻ്റെ അവസാനത്തെ ഭാഗം ഞാൻ എടുത്ത സ്നേഹത്തെ പറ്റിയായിരുന്നു. ആദ്യം പറഞ്ഞപ്പോൾ നോയമ്പ് കഴിഞ്ഞ് നമ്മൾ ഇത്രയും ദിവസമായി. അപ്പോൾ നമ്മൾ നോയമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ആ നോയമ്പിൽ പഠിച്ച കാര്യങ്ങളൊക്കെ, നമ്മൾ അഭ്യസിച്ച കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകേണ്ടതെന്ന്. അതൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞാണ് നോയമ്പ് കഴിഞ്ഞു, ഇനിയിപ്പം പഴയതുപോലെ നമുക്ക് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നോയമ്പ് കഴിഞ്ഞ് ഇനി അടുത്ത നോയമ്പ് വരട്ടെ, അപ്പോൾ നമുക്കിതൊക്കെ നോക്കാം. നമ്മൾ നോയമ്പിൽ നമ്മൾ കുറച്ച് വിശുദ്ധിയെ കാണിച്ചു, സ്നേഹം കാണിച്ചു, കരുണ കാണിച്ചു, ക്ഷമ കാണിച്ചു, വിശ്വസ്തത കാണിച്ചു,
ഇതെല്ലാം ചെയ്തു എന്നുകൊണ്ട് എപ്പോഴും അങ്ങനെ അങ്ങ് സാധിക്കുമോ? കരുണയും കാരുണ്യവും പുണ്യപ്രവർത്തികളും കാരുണ്യപ്രവർത്തികളൊക്കെ എപ്പോഴും അങ്ങ് സാധിക്കുമോ? ദാനധർമ്മങ്ങൾ എന്നൊക്കെയുള്ളത് അങ്ങ് ചിന്തിച്ചു പോകും. കാരണം ഇനിയും ഉണ്ടെന്നല്ലോ നോയമ്പുകൾ. അപ്പോൾ ക്രിസ്തീയ സഭകൾ പല നോയമ്പുമുണ്ട്, നമുക്ക് ഒന്നോ രണ്ടോ നോയമ്പല്ല. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ എല്ലാവരും ഭരിക്കുന്നത്. ഇപ്പം ഞാനും വെറുതെ കാണുമ്പോൾ ഇത്രയും ദിവസങ്ങളായപ്പോൾ ഓരോരുത്തർ ഭാവഹാദികളൊക്കെ കാണുമ്പോൾ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തുവാ എന്നുള്ളതാണ്. നമ്മളെ പ്രാർത്ഥനകൾ മുടക്കമില്ലാതെ പ്രാർത്ഥിക്കുമായിരുന്നു നോയമ്പ് കാലത്ത്. എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുന്നവരുടെ കാര്യങ്ങൾ പറയുള്ളൂ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇനിയും ഉണ്ട്. അപ്പോൾ നോയമ്പ് നോക്കിയവർ, നോയമ്പ് നോറ്റവർ, അവരിൻ്റെ ആ ഗുണമെല്ലാം അവരിൽ ഉണ്ടായിരിക്കണം, അവരുടെ ഓരോ കോശത്തിലും ഉണ്ടായിരിക്കണം. അവരെ കാണുന്നവർക്ക് അവർ യേശുവിനെയാണ് ഇത് യേശു ദർശനം, ക്രിസ്തു ദർശനം അവർക്ക് കാണുന്നവർക്കുണ്ടാകണം. നമ്മളെ കാണുന്നവർക്ക് കർത്താവ് നോയമ്പ് കഴിഞ്ഞ് വന്നപ്പോൾ കർത്താവിനെയായിട്ടും സാത്താൻ വെറുതെ വിട്ടോ? ആ നോയമ്പ് കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ക്രിസ്തുവിനെ, യേശുവിനെ പരീക്ഷിച്ച് എങ്ങനെയും പ്രലോഭനപ്പെടുത്തി വീഴ്ത്താനാണ് സാത്താൻ നോക്കുന്നത്. അതിൽ അങ്ങനെ യേശുവിനോട് ചെയ്തെങ്കിൽ, ദൈവപുത്രനായ യേശുവിനോട് ചെയ്തെങ്കിൽ നമ്മളെ കൂടെ എന്തുമാത്രം ചെയ്യും? നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ തന്നെ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ ആ വിശുദ്ധി കാത്ത് സൂക്ഷിക്കണം. ഉണ്ടായിരുന്ന കൃപയും ദൈവസ്നേഹവും നമ്മളിലേക്ക് ഒഴുകി നോയമ്പ് കാലത്ത് ഉള്ളവർ അത് സൂക്ഷിച്ച് നോക്കണം. ഇല്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പം നമ്മളത് അതുപോലെ തന്നെ കാണണം. നമ്മളെ കാണുന്നവർക്ക് തോന്നണം ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, യേശുവിനെ അവർക്ക് കാണാൻ സാധിക്കണം. അപ്പം നമ്മുടെ ആ ദീനാനുകമ്പ, പിന്നെ ദാനധർമ്മങ്ങൾ, കാര്യങ്ങൾ, പിന്നെ സ്നേഹവും ക്ഷമയും, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്നേഹം, ക്ഷമ, കാരുണ്യം, ഇതൊക്കെയാണ്. അപ്പോൾ സ്നേഹത്തെപ്പറ്റിയും കാരുണ്യത്തെപ്പറ്റിയൊക്കെ അന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ക്ഷമയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. സ്നേഹമുണ്ടെങ്കിൽ ക്ഷമയുണ്ട്. കൊറിന്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 കൊറിന്തോസ് 13 അധ്യായത്തിലെ 4-ാമത്തെ വാക്യം, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദീർഘക്ഷമയാണ്. സ്നേഹം ഒരിക്കലും കോപിക്കത്തില്ലെന്ന് പൗലോസ്ലീഹ പറയുന്നു. വാസ്തവമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നോയമ്പ് കഴിഞ്ഞിറങ്ങിയ നമ്മുടെ ഈ ക്ഷമ നമ്മൾ എന്തുമാത്രം വേണം സർവ്വ കാര്യങ്ങളിലും. പിന്നെ എല്ലാവർക്കും ഉള്ളതാണ്, അങ്ങനെ അങ്ങും വലിയ ക്ഷമയൊന്നും ആർക്കും വരുത്തില്ല. ഇത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്നൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് സഹിക്കാൻ വയ്യാതെ പറയും. ഒരു ക്രിസ്ത്യാനിക്ക് നെല്ലിപ്പലകയൊന്നും ഇല്ല, അതൊന്നുമല്ല പ്രശ്നം. നമ്മൾ കർത്താവ് കാണിച്ച പോലുള്ള ക്ഷമയാണ് നമുക്ക് വേണ്ടിയത്. കർത്താവ് എന്തുവാ പറഞ്ഞത്? എത്ര വയസ്സ്? ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം കർത്താവ് പറയുന്നു അവരോട്, ശിഷ്യരോട്, 7 തവണയും നിനക്കെതിരെ എത്ര നാൾ ക്ഷമിക്കണം, എന്തുമാത്രം ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഒരു ദിവസം 7 തവണയും നിനക്കെതിരായിട്ട് ഒരുവൻ തിന്മ പ്രവർത്തിച്ചിട്ട്, ദ്രോഹം ചെയ്തിട്ട്, അല്ലെങ്കിൽ നിന്നെ പള്ളു പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ വന്ന് പിന്നെയും ഓരോ പ്രാവശ്യവും ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ 7 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പോഴും ക്ഷമ ചോദിക്കുന്നെങ്കിൽ ക്ഷമിക്കണം, 7 പ്രാവശ്യവും ക്ഷമിക്കണം. നിന്നോട് ക്ഷമ ചോദിച്ചാൽ നീ പൂർണ്ണമായും ക്ഷമിക്കണം. ഈ 7 എന്ന് ബൈബിളിൽ പറയുമ്പോൾ 7 പൂർണ്ണസംഖ്യയാണ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം മുഴുവനും. അപ്പോൾ ഈ 7 എന്ന് പറയുമ്പോൾ ഇവിടെ ലൂക്കായ പറഞ്ഞിരിക്കുന്നത്, സുവിശേഷം പറഞ്ഞിരിക്കുന്നത് ജീവിതകാലം മുഴുവനുമാണ് 7 എന്ന് പറഞ്ഞാൽ. 7 എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു സംഖ്യയാണ്. അപ്പോൾ ജീവിതകാലം പൂർണ്ണമാകുന്നത്, ആ പൂർണ്ണം അതുവരെയും ക്ഷമിക്കണം. ഇത് ഓർമ്മിക്കുക പോലും ചെയ്യരുതെന്നാണ് അതിൻ്റെ അർത്ഥം. എത്രയോ ദ്രോഹം ചെയ്തോട്ടെ വന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പം ആ 7 തവണ ചെയ്തതെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ചെയ്താൽ അത് ക്ഷമിക്കണമെന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18 അധ്യായം 21 18-ാം അധ്യായത്തിൽ 21 മുതൽ 22 ഉള്ളത് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ വിസ്തരിച്ച് പറയുന്നുണ്ട് മനസ്സിലാകുന്ന വിധത്തിൽ.
70 തവണ ക്ഷമിക്കണമെന്നാണ്. കർത്താവ് അവിടെ പത്രോസ് ചോദിക്കുമ്പോൾ പറയുന്നത് എന്തുവാ? 70 തവണ ക്ഷമിക്കണേ. 70 തവണ. അതെന്താ അവിടെ പൂർണ്ണസംഖ്യയാണെന്ന് പറഞ്ഞല്ലോ? 70 എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ പൂർണ്ണ ആയുസ്സാണ്. അപ്പോൾ ഈ ഒരു പൂർണ്ണ ആയുസ്സല്ല, 7 പൂർണ്ണ ആയുസ് ക്ഷമിക്കണം. അപ്പോൾ 7 തലമുറ വരെയും ക്ഷമിച്ചിരിക്കണം. ഇത് ഓർമ്മിക്കാൻ പാടില്ല. അതായത് 7 തലമുറ ചെന്നാലും എൻ്റെ വലിയപ്പനോട്, വലിയപ്പച്ചനോട്, വലിയപ്പൂപ്പനോട് ഇങ്ങനെ അല്ലെങ്കിൽ ചെയ്തു, അല്ലെങ്കിൽ മറ്റേ അമ്മയോട് അല്ല ഇങ്ങനെയൊക്കെയുള്ള ദ്രോഹം ഞങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്തു എന്ന് 7 തലമുറ കഴിഞ്ഞിട്ടുള്ളവരും 7ാമത്തെ തലമുറക്കാർക്കും ആ ഒരു ചിന്തയുണ്ടാകരുത് പൂർണ്ണമായിട്ട്. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണസംഖ്യ എന്ന് പറയുമ്പോൾ 70 എന്ന് പറയുമ്പോൾ ലോകം അവസാനിക്കുന്നിടം വരെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രത്തോളം ക്ഷമ സമ്പാദിച്ചെങ്കിലേ നമ്മളുടെ നോയമ്പ് പൂർണ്ണമാകത്തുള്ളൂ. നമ്മളങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ഇപ്പോൾ വരത്തില്ല. എനിക്കും ചിലപ്പോൾ ഇഷ്ടമല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ദേഷ്യം വരും, സ്നേഹം വരും. എനിക്ക് അല്ല ഒരു ദേഷ്യം വരും. അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കണം. സാധാരണ നമ്മളെ പല വിധത്തിലാണ് പ്രലോഭിപ്പിക്കുന്നത്. ആദ്യം സാധാരണ കർത്താവിനോട് ചെയ്ത് എന്തുവാ? ഭക്ഷണാസക്തി. വിശപ്പ് കൊണ്ട് ക്ഷീണം എല്ലാം കൊണ്ട് ഇഷ്ടമുള്ളതെല്ലാം ഈ നോയമ്പ് കാലത്ത് വർദ്ധിച്ചിരുന്ന എല്ലാം വാങ്ങിച്ച് ഇഷ്ടം പോലെ തിന്നുക. ഭക്ഷണാസക്തി അപ്പോഴും ഇപ്പോഴും ഉണ്ട്. ഇല്ലാത്തവർ അന്ന് കൊടുത്തെങ്കിൽ, നോയമ്പ് കാലത്ത് കൊടുത്തെങ്കിൽ ഇന്നും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഭക്ഷണാസക്തി പരീക്ഷണം വരും. പിന്നെ എല്ലാവരെക്കാളും മുമ്പനാകാൻ, എല്ലാവരും ഉയർന്നവനാകാനായിട്ടുള്ള തീവ്രമായ പരിശ്രമം അത് വരും. കാരണം കർത്താവിനോട് പറഞ്ഞതാണ് ഈ ലോകത്തിലുള്ളതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ ഈ ലോക രാജ്യങ്ങളെല്ലാം ഇതൊക്കെ കൈക്കലാക്കാൻ. അതുപോലുള്ള ഇപ്പം നമ്മൾ അതിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. നമ്മൾ അതിനു വേണ്ടി അങ്ങ് പരക്കം പായുകയാണ്. നോയമ്പ് കഴിഞ്ഞെങ്കിലും നോയമ്പ് കാലത്തും ഒരു നിമിഷം പോലും കളഞ്ഞാൽ നമ്മൾ ധനാർജനത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. പ്രാർത്ഥനകളുമൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഘട്ടത്തിലാന്ന് ഈ നോയമ്പ് കാലത്ത് പോലും. അപ്പോൾ ഇനിയുള്ള കാലം അപ്പോൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് ധനസമ്പാദനത്തിന് വേണ്ടി പോരുത്. കർത്താവ് എന്തുമാത്രം ഉപമകളാണ് അതിനു വേണ്ടി പറയുന്നത്. ധനസമ്പാദനം എന്തുമാത്രം മോശമാണെന്നുള്ള രീതി ഒരു മനുഷ്യന് അത് അവൻ്റെ ദൈവരാജ്യ പ്രവേശനം തന്നെ മുടക്കുകയാണ്. ഇനി അടുത്തത് ഇപ്പം ധനസമ്പാദനം മാത്രമല്ല, കീർത്തി കേൾക്കാൻ, ഉന്നത സ്ഥാനത്തെത്താൻ, ചിലപ്പോൾ മറ്റുള്ളവരെ വലിച്ച് താഴെ ഇട്ടിട്ടോ അവരുടെ അവസരങ്ങൾ മുടക്കിയിട്ടോ ഇല്ലായ്മ ചെയ്തിട്ടോ ആയിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതും വലിയ തിന്മയാണ്. നോയമ്പ് നോക്കിയിട്ട് എന്തുവാ ഫലം? കർത്താവ് അതൊക്കെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് കടലാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരുണയ്ക്ക്, ക്ഷമയ്ക്ക്, കാരുണ്യത്തിന് അതിരില്ല. അതുകൊണ്ട് ക്ഷമിക്കും അതിനുള്ള തക്ക പരിഹാരം ഉണ്ടെങ്കിൽ. പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യാവുന്ന തെറ്റാണ്. നമ്മളിപ്പോഴും ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. മൂന്നാമതായിട്ട് ഇപ്പം നമ്മൾ ധനാർത്ഥിക്ക് വേണ്ടി, ധനം കാര്യക്കൂട്ടത്തിന് വേണ്ടി എന്തുമാത്രം ഓട്ടമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. ഞായറാഴ്ച പോലും ജോലിക്ക് പോകുന്നവരുണ്ട്. ഞാൻ 2-3 പേരോട് സംസാരിച്ച് ഇടയ്ക്ക് അപ്പോൾ ഞായറാഴ്ചകളൊന്നും ഞങ്ങളത് പള്ളിയിൽ ജോലിയുണ്ട്, ജോലിക്ക് പോകുമ്പം പള്ളിയിൽ എവിടെയെങ്കിലും കാണുന്നിടത്ത് കയറി അവിടെ ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും ആയില്ല. അങ്ങനല്ല ചെയ്യേണ്ടത്. ആരാധനയായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും അല്ലെങ്കിൽ ജോലി മുടക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല, എന്ത് മനസ്ഥിതിയാണെന്ന് അറിയാൻ പറ്റത്തില്ല. എല്ലാവരും ദൈവം നമുക്ക് എന്തെല്ലാം കൃപകൾ തന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഓർക്കുന്നില്ല. പിന്നെ നമ്മുടെ ആരോഗ്യവും എല്ലാം ദൈവം തന്ന കൃപയാണ്. ഇനി കപട ആത്മീയത 4ാമതായിട്ട് കാണിക്കുന്നവർ, അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. എല്ലാവരും സുവിശേഷകരായി. കപട ആത്മീയത നമ്മൾ ചെയ്യുന്നത് പറയുന്നതിനോ ചിന്തിക്കുന്നതിനോ എതിരായിട്ടുള്ള കാര്യമാണ്. അവിടെയും പണസമ്പാദനമാണ് ആവശ്യം. ഉദരത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ. അങ്ങനെയുള്ളവർ എത്രയോ ഇത് നടക്കുന്നു. ഉപദേശങ്ങളൊക്കെ ധാരാളമുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞു തരാനുള്ള സമയത്തിന് ഉള്ളതല്ല. അപ്പം അങ്ങനെ കപട ആത്മീയത
പിന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് ആത്മപ്രശംസ. ഞാൻ ഇന്നതെല്ലാം ചെയ്തു, എൻ്റെ കഴിവാണ് എൻ്റെ എന്നെല്ലാം പറഞ്ഞ് തന്നെത്താൻ പുകഴ്ത്തി പറയുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പറയാനായിട്ട് നമുക്ക് പറയത്തില്ല, ഒന്നുമില്ല ആത്മപ്രശംസ ചെയ്യാൻ. കാരണം എല്ലാം കർത്താവിൻ്റെ ദാനങ്ങളാണ്. പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:30 പറയുന്നുണ്ട്, ആത്മപ്രശംസ ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് എനിക്ക് ആത്മപ്രശംസ ചെയ്യാനുള്ളത്. നമ്മളും അങ്ങനെ ചിന്തിക്കേണ്ടത്. നമ്മുടെ ബലഹീനതകൾ ഒരുപാടുണ്ട്, അതിനെപ്പറ്റിയാണ് ആത്മപ്രശംസ ചെയ്യേണ്ടത്. അതാണ് എനിക്ക് കൂടുതലുള്ളത്, അല്ലാതൊക്കെ നേട്ടങ്ങളല്ല. നേട്ടങ്ങളുണ്ടെങ്കിൽ എന്തുവാ, ഞാൻ അധ്വാനിച്ച് നേരെ ചൊവ്വേ കർത്താവിൻ്റെ വേണ്ടി അധ്വാനിച്ചെങ്കിൽ അത് എന്നിലുള്ള കൃപയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അല്ല ഞാനല്ല, ഞാൻ അധ്വാനിച്ച അത്രയും പറ്റും. ഞാനെപ്പോഴും വീഴ്ചകളുള്ള മനുഷ്യനാണ്, എപ്പോഴും വീണുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് നേട്ടങ്ങൾ നമുക്ക് തന്നത് എൻ്റെ സ്വയം ആർജിതമല്ല, എൻ്റെ ബുദ്ധിയിലും ശക്തിയിലും ഞാൻ നേടിയതാണ്, ഉണ്ടാക്കിയതാണെന്നൊക്കെ ഇപ്പോൾ പറയുന്നവർ ധാരാളം പേരുണ്ട്. ധാരാളം പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും ചിന്തകൾ. നമ്മളുള്ളവരെല്ലാവരും അങ്ങനെ തന്നെ ആണ് ചിന്തിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ലേ, എൻ്റെ ബുദ്ധിയിലും ശക്തിയിലും ഉള്ളതാണ്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എനിക്ക് അങ്ങനെ ബുദ്ധി ശക്തിയൊക്കെ ഉള്ളതുകൊണ്ടാണ്, വിവേകം ഉള്ളതുകൊണ്ടാണ് വന്നതെന്നൊക്കെ. അപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ ദാനങ്ങളാണ്, കർത്താവ് അതിന് തന്നതാണ്. അങ്ങനെയുള്ളൊരു ബോധ്യം നമ്മളെ ഈ നോയമ്പ് കഴിഞ്ഞവരെ ഭരിക്കണം. നിയമാവർത്തനം പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ 4, 5 6 പറയുന്നുണ്ട്. എന്തുവാ, എൻ്റെ നിന്റെ നീതി നിമിത്തമോ നിന്റെ ഹൃദയ പരമാർത്ഥത മൂലമല്ല ഞാൻ നിനക്ക് ഈ ദേശം തരുന്നത്. ഏതാ കാനാൻ ദേശം തരുന്നത് എന്ന് അവരോട് പറയുന്നു. അതുകൊണ്ടല്ല, പിന്നെ നിന്നേക്കാളും ദുഷ്ടരായ മനുഷ്യരെ എൻ്റെ ക്ഷമയുടെ പരമാവധി ഞാൻ ക്ഷമിച്ചു, എന്നിട്ടും അവർ മാറുന്നില്ല. അവരുടെ ദുഷ്ടത വർദ്ധിക്കുകയല്ല, അനുദിനം കുറയുന്നില്ല. അതുകൊണ്ട് അവരെ പുറത്താക്കി ഞാൻ നിങ്ങൾക്ക് ഈ തരികയാണ്. അവിടെ നിങ്ങളങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, നിങ്ങളുടെ നീതി കൊണ്ടോ നിങ്ങളുടെ ഹൃദയപരമാർത്ഥത കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഈ വാക്യം നമുക്കും കൂടെ ചിന്തിക്കണം ഇന്നത്തെ ജനങ്ങൾ. കാരണം എന്തെന്നാൽ കർത്താവ് പറയുന്ന അവസാനം, നിങ്ങൾ ദുശാഠ്യക്കാരായ ജനമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നതെന്ന് കർത്താവ് പറയുക. നിങ്ങൾ ദുശാഠ്യക്കാരാണ്. അത് അതിൽ പഴയ നിയമത്തിൽ അതിൽ പലയിടത്തും അത് അങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മൾ ദുശാഠ്യക്കാരായ ജനമാണ്. കർത്താവ് ഈ പറഞ്ഞിരിക്കുന്ന അതേ ജനമാണ് അന്നത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ട്. നിസ്സാര കാര്യം മതി നമ്മൾ കർത്താവിനെ മറന്ന് മറ്റുള്ളതിൻ്റെ പുറകെ ഓടും. സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ ഓടും, നേട്ടത്തിന് വേണ്ടി ഓടും. ഈ നേട്ടം ദൈവം തന്നില്ലെങ്കിൽ ഇല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് നമ്മുടെ എപ്പോഴും നമ്മുടെ ബോധതലത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ബോധതലത്തെ ഭരിക്കുന്നത് ഈ ചിന്തകളൊക്കെ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ നോയമ്പ് കഴിഞ്ഞവർ അതുകൊണ്ട് എന്ത് ചെയ്യണം, മോശയെ പോലെ ആയിരിക്കണം, തേജസ്സുള്ളവരായിരിക്കണം. നോയമ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് 40 ദിവസം കഴിഞ്ഞ് പോയി മോശ വന്നപ്പോൾ മോശയുടെ മുഖത്ത് മൂടുപടം ധരിച്ചിരുന്നു. എന്തിനാ? കട്ടിയുള്ള മൂടുപടം ധരിച്ചിരുന്നു. അത് ജനങ്ങൾക്ക് മോശയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ വന്ന് കണ്ണ് മഞ്ചി പോകുക. ആ തേജസ് കർത്താവിൻ്റെ കൂടെ കഴിഞ്ഞ് നമ്മൾ നോയമ്പ് കഴിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ആയിരുന്നു നോയമ്പ് കാലത്ത്. അപ്പോൾ ആ തേജസ് നമുക്കുണ്ടായിരിക്കണം. അതില്ലാത്തവർ എങ്ങനെയാണ് പറയുന്നത്? എന്നാ ചോദിച്ചു, എനിക്ക് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് ഞാനും പറയുന്നില്ല. എൻ്റെ ബലഹീനതകളാണ് അതൊക്കെ. ധാരാളം ബലഹീനതകളുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട്. അപ്പോൾ അതുപോലെ പക്ഷേ നമ്മൾ നമ്മൾ ആയിരിക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ്. മോശയുടെ മുഖം ദർശിക്കാൻ മറ്റുള്ളവർ കഴിയുമായിരുന്നില്ല. ആ ധാര കൊണ്ട്, പ്രകാശ കിരണങ്ങൾ കൊണ്ട് മുഖത്ത് നിന്ന് അത്രയ്ക്ക് തേജസ്സായിരുന്നു. അതുപോലെ നോയമ്പ് കഴിഞ്ഞവർ അതുപോലെ തേജസ്സായിരിക്കാനാണ്, തേജസ്സിൽ ആയിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ക്ഷമയുടെ കാര്യം, ക്ഷമയെന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. സ്നേഹം പോലെ തന്നെ നമ്മൾ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് ഏറ്റവും വലിയ ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്താണ്? കർത്താവിൻ്റെ നമ്മുടെ പാപങ്ങളെല്ലാം, നമ്മുടെ പൂർവികരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കർത്താവിനെ
നമുക്ക് സ്വന്തം പുത്രനെ തന്നെ നമുക്ക് രക്ഷകനായിട്ട് അയച്ചു തന്നു. അത് തന്നെ കർത്താവിൻ്റെ ക്ഷമയും കാരുണ്യവും സ്നേഹവും നമ്മളോടുള്ള മനുഷ്യവർഗത്തോടുള്ള, അതുകൊണ്ടാണ് സാധിച്ചത്. ഇനിയും കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ച എന്തുവാ? ഈ മനുഷ്യർ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, അറിയാതെ ചെയ്യുന്നതാണ്. 23-ാം അധ്യായം 34-ാം വാക്യം. അതുകൊണ്ട് കർത്താവ് പിതാവേ അവരോട് ക്ഷമിക്കണം, എന്താണെന്ന് അറിയാൻ വയ്യ അവർ അങ്ങ് ചെയ്തു പോകുന്നതാണ്. ഇത്രയും നമുക്ക് നല്ലപോലെ ഹൃദയസ്പർക്കായിട്ട് നമുക്ക് പറ്റുമോ, ചെയ്യാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 60-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസ് പറയുന്നത് എന്താ? കല്ലെറിഞ്ഞ് ദേഹമൊക്കെ ചിന്തുമ്പോൾ അവരോട് ഇന്ന് പറയും, ഇവരോട് ക്ഷമിക്കണേ കർത്താവ്. കർത്താവ് യേശു പഠിപ്പിച്ച പോലെ, തൻ്റെ നേതാവ് പഠിപ്പിച്ചതുപോലെ, തൻ്റെ നാഥൻ പഠിപ്പിച്ചതുപോലെ, ആ കാണിച്ച മാതൃക പോലെ ആദ്യത്തെ രക്തസാക്ഷി ക്രിസ്തീയ സഭയിലെ സ്തെഫാനോസും പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. മുട്ടുകുത്തി നിന്ന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാവുകൊണ്ട് കർത്താവ് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഇതാണ് ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണം. പറയാനല്ല, വേറെ മറ്റൊന്നും കാണത്തില്ല. കാരണം ഇത്രത്തോളം ഉണ്ട് സ്നേഹം, ക്ഷമ, കാരുണ്യം. ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ നോയമ്പ് കഴിഞ്ഞവർ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു ആത്മശോധന, ഞാൻ നോയമ്പ് കാലത്ത് പറഞ്ഞ ദിവസവും ചെയ്യണം, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ജീവിതകാലം മുഴുവൻ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഈ ആത്മശോധന നമ്മൾ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കണം. നമുക്ക് എപ്പോഴും വേണം, ആഴ്ചയിൽ ഒരിക്കൽ എന്താണ് എന്നിൽ നിന്ന് വന്നത്. അപ്പോൾ നമുക്ക് ഈ ജീവിത വിശുദ്ധി മരണം വരെയും കാത്തു സൂക്ഷിക്കാൻ പറ്റും. മരണസമയത്തും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഉപസംഹരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.